ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ആരെല്ലാം വന്നിട്ടുള്ള നല്ലൊരു കാലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പച്ചരി കുതിർത്തെടുക്കണം. ഞാനിവിടെ 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം. 1/2 കിലോ പച്ചരി എന്ന് പറയുമ്പോൾ 2.5 കപ്പ് പച്ചരി ഉണ്ടാവും. നാഴിയിലെടുക്കുമ്പോൾ 1.25 നാഴി പച്ചരിയാണ് ഉണ്ടാകാൻ. കുതിർത്തി എടുത്ത പച്ചരി നന്നായി കഴുകിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ചോറിട്ട് കൊടുക്കണം. അതിപ്പോൾ ഏത് അരിൻ്റെ ചോറായാലും സാരമില്ല. ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുത്ത അരി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് അത് കഴുകി ആ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. 1.25 കപ്പ് വെള്ളമാണ് അരി അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ശർക്കര പാനിയാക്കി എടുക്കണം. ഞാനിവിടെ 1/2 കിലോ വെല്ലത്തിൽ നിന്ന് 2 ആണി വെല്ലം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 400 ഗ്രാം വെല്ലമാണ് ഉണ്ടാകാൻ. അപ്പോൾ 1/2 കിലോ അരിക്ക് 400 ഗ്രാം ശർക്കര എടുത്താൽ മതി. അപ്പോൾ ശർക്കര മെൽറ്റാക്കാൻ വെച്ചിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വറുത്തെടുക്കണം. കാലത്തപ്പം നമ്മളൊരു കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി എണ്ണയിൽ വറുത്തെടുക്കണം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല ചൂടോടെയുള്ള ശർക്കര പാനി തന്നെ നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കണം. നല്ല തിളക്കുന്ന ശർക്കര പാനി തന്നെയാണ് ഞാൻ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തിളക്കുന്ന ശർക്കര പാനി തന്നെ നമുക്കൊന്ന് അരിച്ചിട്ട് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ചില വെല്ലത്തിന് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. മാവ് ഇതുപോലെ ഒഴിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ചുറ്റി വരണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ശർക്കര പാനിയാക്കി എടുക്കാൻ 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം 1.25 കൂടി 2.25 കപ്പ് വെള്ളം ഏകദേശം ആവശ്യമുണ്ട്. ചിലപ്പം കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അരിയും വെല്ലം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ കുക്കർ ചൂടാൻ വേണ്ടി വെക്കണം. നന്നായിട്ട് ചൂടായ കുക്കറിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൂടി ഇട്ട് കൊടുക്കേണ്ടത്. മൂടി ഇട്ട് കൊടുക്കുമ്പോൾ വിസിലില്ലാണ്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ 30 മിനിറ്റ് ആയ സമയത്ത് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും കുക്കായിട്ടില്ല. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടിയും കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടിയും തുറന്ന് നോക്കി. അപ്പോൾ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ടോട്ടൽ 40 മിനിറ്റാണ് ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ മൂടിയിട്ടതിന് ശേഷം 40 മിനിറ്റ് കുക്ക് ചെയ്തത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ കലത്തപ്പം റെഡിയായ സമയത്ത് തന്നെ നമ്മൾ എടുക്കേണ്ട അത് ഒരു കുക്കറിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ അത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ആ സമയത്ത് സൈഡെല്ലാം നന്നായിട്ട് വിട്ട് വന്ന് അടിഭാഗത്തുനിന്നും എല്ലാം നന്നായിട്ട് വിട്ട് വരും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് എടുക്കാൻ പറ്റും. അങ്ങനെ കുക്കറിൻ്റെ ചൂട് നന്നായി മാറിയതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ കലത്തപ്പം കട്ട് ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ്. അത് നന്നായിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് ആരെല്ലാം വന്നിട്ടുണ്ട്.
എല്ലാ ഭാഗത്തും ഒരേപോലെ നല്ല ആരെല്ലാം വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്. ഈ കലത്തപ്പത്തിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി കാണണമെങ്കിൽ അത് ക്രോസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ക്രോസായിട്ട് കട്ട് ചെയ്താൽ ഇതുപോലെ നല്ല തേനീച്ച കൂട് പോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള കലത്തപ്പാണ് ഉണ്ടാകാൻ. അത് കാണുമ്പോൾ വേറെ തന്നെ ഒരു രസമാണ്, അങ്ങനെ തേനീച്ച കൂട് പോലെ കാണാൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് കലത്തപ്പം റെഡിയാക്കി എടുക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുക്കറിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിരിക്കണം. ചൂടുള്ള കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മൂടി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ 1 മിനിറ്റും കുക്കർ നല്ല ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് മൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കാം. കലത്തപ്പം ഉണ്ടായിട്ട് ശരിയാകുന്നില്ലെങ്കിൽ ഈ ഒരു റെസിപ്പിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അലാമി കിച്ചൺ എന്ന ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.